ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടു ബാബിയും കൂടിയിട്ട് ഷാർജയ്ക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ. വാക്കുട്ടി, അച്ഛനമ്മയും ലൂസിയും ഏട്ടനും ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ട് ഇരിക്കണു. അപ്പോൾ ഷാർജയിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നോട് വരുന്നുണ്ടോ പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ ഓടിപ്പാഞ്ഞ് പടഞ്ഞു ഞാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ പോണോണ്ട് ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു. പോൺസിൻ്റെ ആണ്. പിന്നെ ഇതൊരു എനിക്ക് ബ്രാൻഡിൻ്റെ നെയിം അറിയില്ല, ഒരു സൺസ്ക്രീൻ ആട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്, അടിപൊളിയാണ്. കുറേ വാരിക്കൊരു തേച്ചിട്ടുണ്ട് കേട്ടോ. മീൻസ് ഉച്ചയ്ക്കല്ലോ പോണേ. അപ്പം ഏതെങ്കിലും കാരണവശാൽ വെയിലത്ത് ഇറങ്ങേണ്ട വന്നാലോ വിചാരിച്ചിട്ട് നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ എന്താണ്, എൻ്റെ സ്കിൻ കെയർ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറില്ലേ? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അതുപോലത്തെ വീഡിയോസ് ചെയ്യാം. അപ്പം നല്ല രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൺസ്ക്രീൻ ഞാൻ കഴുത്തിലും അത്യാവശ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം സൺസ്ക്രീൻ മസ്റ്റാണ്. വെയിൽ കൊണ്ട് കഴിഞ്ഞ് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സൺസ്ക്രീൻ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്കാണ് പോണേന്ന്. അപ്പോൾ ഫേസ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ടാൽക്കം പൗഡർ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേറെ രീതിയിലുള്ള ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല. പിന്നെ ഇപ്പോൾ ഫുണ്ട് ബാബിയുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് മാന്തി പൊളിക്കല കേട്ടോ. അപ്പോൾ ഓരോ പാടുകളും കാര്യങ്ങളൊക്കെയാണ് മുഖത്ത്. മാന്തി പൊളിക്കാൻ പറഞ്ഞാൽ നല്ല രീതിയിൽ മാന്തിടുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഒരു ടാൽക്കം പൗഡർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ സോഫയമ്മ വെച്ചിട്ട് ഞാൻ ഇരുന്നിട്ടാട്ടോ മേക്കപ്പ് മിക്ക പ്രാവശ്യം ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഞാൻ ടിക്ടോക്ക് സ്റ്റാൻഡ് അല്ല, നമ്മളുടെ അങ്ങനെ തന്നെ റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാനൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ന്യൂഡ് കളർ ഷെയ്ഡാണ്. അപ്പോൾ അധികം വലിയ ഇതൊന്നും വേണ്ട വിചാരിച്ചിട്ട് ഒരു ന്യൂഡ് കളർ, ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ സ്ഥിരം വീഡിയോയിൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം, ഞാൻ എപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത്. കുറേ നാളായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അതുപോലെ തന്നെ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്തിട്ട്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹെൽപ്ഫുൾ ആവുമല്ലോ. പിന്നെ എനിക്കും ഇത് വല്ലപ്പോഴൊക്കെ ഇരുന്ന് കാണാമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ഐ ഷാഡോ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു മെബിലിൻ്റെ ഐലൈനറാണ്. നല്ല അടിപൊളി ഐലൈനർ കേട്ടോ. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എനിക്ക് 2-3 ഐലൈനേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. മെബിലിൻ്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഐക്കോണിക് കാജൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുള്ള ഐലൈനർ ഇഷ്ടമാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. പിന്നെ ലാക്മേയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഐലൈനറും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല വാലിട്ടിട്ട് കണ്ണെഴുതാന്ന് വിചാരിച്ചു. അപ്പോൾ വാക്കുട്ടിയാണെങ്കിൽ അവിടെ അമ്മാമ്മയുടെ അടുത്ത് വേഷം കെട്ട് എടുത്തുകൊണ്ട് കേട്ടോ. അതാണ് സൗണ്ട് കേൾക്കണേ. അപ്പോൾ നമ്മൾ വാലിട്ടിട്ട് തന്നെ കണ്ണെഴുതി കൊടുത്തു. പിന്നെ അടുത്തത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസ്കാരാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതൊരു മസ്കാര ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മേൽഭാഗത്ത്. എനിക്ക് എന്താ കണ്ണെഴുതി കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ മസ്കാര ഉണ്ട്. എന്നാലാണ് കൺപീലൊക്കെ ഭയങ്കരമായിട്ട് ലാഷൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുള്ളൂ. അപ്പോൾ ഉറക്കം വരണം കേട്ടോ വോയിസ് കൊടുക്കണതിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനാണെങ്കിൽ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എനിക്ക് ഈ മസ്കാര ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഇത് ഇവിടെ നിന്ന് മേടിച്ചതാണ്. ബ്രാൻഡാണോ ഏത് ബ്രാൻഡൊന്നും എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയാട്ടോ. നല്ല രീതിയിൽ ലാഷസൊക്കെ പൊങ്ങി നിന്ന് സൂപ്പർബാട്ടോ. അപ്പം ഞാനാണെങ്കിൽ അവിടെ എന്തൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പുറത്തെ സിനിമയുണ്ട്. അപ്പോൾ അതാണ് ഇടയ്ക്ക് ഞാൻ നോക്കണേ. അപ്പോൾ ഞാനാണെങ്കിൽ മസ്കാരൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഞാനെപ്പോഴും ഭയങ്കര വല്ല ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ കൺസീലറും അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അല്ലെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഇത് ടാൽക്കം പൗഡർ ഇട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടിയിൽ ഒരു കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാജൽ എനിക്ക് അധികം ഓവറായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് ഫുള്ളി അപ്ലൈ ചെയ്യില്ല. ആ ഔട്ടർ കോർണേഴ്സിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ണ് ഫുള്ള് ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഉള്ളിൽ ഇങ്ങനെ ഇവിടെ മാത്രം ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ.
പിന്നെ ഞാൻ അടുത്തത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്, അടിപൊളി ലിപ്സ്റ്റിക് ആട്ടോ. നല്ലൊരു റെഡ് കളറാണ്, നമ്മളുടെ എന്താ പറയുക സ്കിൻ ടോണിനൊക്കെ ചേരുന്ന ടൈപ്പ് ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഇതൊക്കെ ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ലിപ് ബാം ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് നല്ല ഗ്ലേസിങ്ങോട് കൂടി ഇരിക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹോൾ വീഡിയോയിൽ കാട്ടി തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡ്രസ്സാട്ടോ ഞാൻ ഇട്ടേണേ. പിന്നെ ഹെയർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ മേക്കപ്പും കാര്യങ്ങളൊക്കെ. ഹെയറിലാണെങ്കിൽ മുടി എപ്പോഴും ഞാനിങ്ങനെ കെട്ടി വെക്കണോണ്ട് ഇങ്ങനെ ഇത്തിരി കേളി പോലെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പക്ക സ്ട്രേറ്റിനെക്കാട്ടും ഇത്തിരി ഇങ്ങനെ കേളി പോലെ ആവുന്നതാട്ടോ ഇഷ്ടം. അപ്പോൾ മേക്കപ്പ് ലുക്ക് ആകെ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്